ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഏതാണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് 5 ദിവസം കണ്ടായി. 2 ദിവസം ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാക്കി 3 ദിവസം വേറെ ഒന്നല്ല, ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വേൾഡിലെ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നേ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വേറൊന്നുമല്ല, ഒരു ഫാമിംഗ് ലാൻഡ് സെറ്റാക്കണം, അതേപോലത്തെ ഒരു കൗ ക്രഷറും സെറ്റാക്കണം. അതേപോലെ തന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് പരിപാടിയൊക്കെ ഒപ്പിച്ചായിരുന്നു. വേറൊന്നുമല്ല, നമുക്ക് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റാക്കി. കുറേ തുറന്ന് ലാസ്റ്റ് ഒരു കേവ് കിട്ടണ വരെ ഞാൻ തുറന്ന് അവസാനം ഒരു കേവ് കണ്ടെത്തി. അങ്ങനെ സെറ്റപ്പ് ആക്കിയെടുത്തൊരു മൈനിങ് ഏരിയ ആണിത്. എന്തായാലും നമ്മളിപ്പോൾ മൈനിങ് ചെയ്യാൻ പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പോവുക. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കിട്ടിയ കുറച്ച് കോപ്പർ അയണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് അയൺ എൻ്റെ ഏതാണ്ട് 16 അയൺ ഉണ്ട്. കോപ്പർ കൊണ്ട് ഞാനൊരു ആർമർ സെറ്റ് ഉണ്ടാക്കി. നമ്മുടെ അടുത്ത് ഇനി അയൺ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഒരു ഫാമിംഗ് ലാൻഡ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഒരു കൗ ക്രഷർ ഉണ്ടാക്കിയതായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഒരു ബക്കറ്റ് വേണം. ബക്കറ്റ് അവിടെ ഒരു ബക്കറ്റ് വേണം. അതുപോലെ തന്നെ ഒരു ഹോപ്പർ വേണം. ഇത് മതി. നമുക്കിനി കൗ ക്രഷർ ഉണ്ടാക്കാൻ പോയിട്ട് വീറ്റ് കയ്യിലുണ്ട്. കുറച്ച് അപ്പുറത്ത് വില്ലേജ് പോയി എടുത്താണ് കുറച്ച് വീറ്റും കാര്യങ്ങളൊക്കെ. നമുക്കിനി ഏതായാലും ഒരു കൗ ക്രഷർ അങ്ങ് സെറ്റ് ചെയ്യാം. ഇതാ ഈ ഭാഗത്തൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. ആദ്യം ഒരു മിനിറ്റ്, ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുക. നമുക്കിനി ഇവിടുന്ന് ഇങ്ങനെ എത്ര പോകണം, ഒരു ഇവിടുന്ന് ഇങ്ങനെ ഇനി ഇതാ ഈ ഇതിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഒരു ഹോപ്പറും ഇതെടുക്കുക. ഡേർട്ട് എടുത്തിട്ട് ഈ ഹൂപ്പർ ഒരു മിനിറ്റ്, ഈ ഡേർട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ അടക്കുക. ഇത്ര ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു ഇതിലൊക്കെ മതി എന്നാണ് തോന്നുന്നത്. മതിയാവും. ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കണേ. ഇതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. ഈ ചെസ്റ്റ് ദബടെ പ്ലേസ് ചെയ്തൊക്കെ. ഇനി സ്ലാബ് ആണ്, നമുക്ക് ഒരു സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബ് എവിടെ ഒരു സ്ലാബിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. ഫുഡ് തീരല്ലോ, വിശക്കാണ്. ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. പെട്ടല്ലോ. നമുക്ക് ഫുഡും കാര്യങ്ങളും ഇല്ല. നമുക്ക് വില്ലേജിൽ പോയിട്ട് ഒരു മിനിറ്റ്, ഇവിടെ എവിടെ ഒരു ഇത് കണ്ട് ഇവലൊക്കെയാണ് കൊന്നിട്ട് നമുക്കാണ് തിന്നാം. നമുക്ക് അതേപോലെ തന്നെ ഫാമിംഗ് ലാൻഡൊക്കെ സെറ്റാക്കണം. ഇപ്പോൾ കൗ ക്രഷർ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്താണ്. കുറേ അയണും കാര്യങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്തു. നൈറ്റ് ആവുണ്ടല്ലോ, നമുക്ക് വേഗം ഒന്ന് പോയി കടന്നിട്ട് വരാം. അല്ലേ പണി കിട്ടും. അവിടുന്ന് ഒരു ബെഡ് എടുത്ത് വരണം അങ്ങോട്ട്. എന്നാളു നമുക്ക് പെട്ടെന്ന് നൈറ്റ് ആകുമ്പോൾ കടക്കാൻ പറ്റുക. ഞാൻ കോപ്പറിൻ്റെ ആർമറിലോട്ട് ഫുള്ളായിട്ടാണ് സ്വിച്ച് ചെയ്തു. വൈകാതെ നമുക്കത് അയണിൻ്റെ ആർമറിലോട്ട് ആക്കണം. അതിന് നമുക്ക് ആദ്യം മൈനിങ്ങും കാര്യങ്ങളൊക്കെ പോകണം. ഏതായാലും മൈനിങ്ങൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. കുറച്ച് ഫുഡ് എടുക്കട്ടെ. ഫുഡ് തീരല്ല, ഇല്ലേ നമ്മൾ വിശന്ന് ഇതാവും. ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ, നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോകാം. എവിടെ ക്യാരറ്റൊക്കെ ഒന്ന് കഴിക്കട്ടെ നമുക്ക്. അതേപോലെ തന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ NM നല്ലു ബ്രോ, അങ്ങനെ എന്തൊക്കെയൊരു സബ്സ്ക്രൈബർ ബ്രോ
മോബ് ഫാമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ വരും വീഡിയോസിൽ അതൊക്കെ ചെയ്യുന്നതാണ്. മോബ് ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ അതാ എങ്ങനെയപ്പോൾ ആ സാധനം സ്ലാബ് വെക്കും ഇവിടെ. സ്ലാബ് വെച്ചു. ഇനി നമുക്കിവിടെ ഒരു ടേർട്ട് വെക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒക്കെ ഒരു ഡേട്ട് വെക്കുക. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് കുറച്ച് ഇത് വേണം, കൗ വേണം. എവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് കുറച്ച് വെയിറ്റ് എടുക്കാം. വെയിറ്റ് എടുത്തിട്ട് കുറച്ച് കൗ വേണം. എവിടെ വെയിറ്റ് കിട്ടി. ഇനി കുറച്ച് അയ്യോ സ്കൾട്ടറല്ലേ, നൈറ്റ് ആയുള്ള പ്രോബ്ലം അതാണ്. വേഗം പെട്ടെന്ന് കിടക്കുക. കാരണം നമ്മളിപ്പോൾ അവിടെ മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത കാരണം കുറേ സോംബീസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും ആ മൈനിങ് ഏരിയ കൂടെ. നമുക്ക് ബക്കറ്റ് ഓഫ് വാട്ടർ ഉണ്ട്. നമുക്കാദ്യം നമ്മുടെ കൗ, നേരത്തെ ഞാൻ ഈ വേൾഡിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കൗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒറ്റ എണ്ണത്തിനെ കാണാമല്ലോ. ഇതൊക്കെ എവിടെ പോയി എന്നാണ്, ഒക്കെ ഡീസ്പോണായി തോന്നുന്നു. എടോ ഇനിയിപ്പോൾ ഒരു കൗവിനെ കണ്ടുപിടിക്കണ്ടേ, പെട്ടെന്നൊരു കൗവിനെ കണ്ടുപിടിക്കാം. ഗൈസ് ഫൈനലി നമുക്ക് നമ്മുടെ കൗവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവനത് അങ്ങനെ കൊണ്ടുവരാം. ഇതാ വേറൊരുത്തനും കൂടി ഉണ്ട്, അവനെയും കൊണ്ടുവരണം. വാ 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 ഇങ്ങനെ പോര് 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 പോര്. എവിടെ നമ്മളത്? പോര് പോര്, ഇങ്ങനെ പോര്. ഇതാ ഇവിടെ 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 ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. ഇതിങ്ങനെ അല്ലല്ലോ, ഇതെന്താ പോര, ഇതെന്താ ഇതിൽ വീഴാത്ത? അതാ ഇപ്പം അങ്ങനെ ഉണ്ട്. ഞാൻ പെട്ടില്ലേ, ആകെ കുടുങ്ങിയാലോ. അയ്യോ ഞാനെങ്ങനെയായിരുന്നു കയറാൻ നോക്കട്ടെ. ഫൈനലി എത്രങ്ങാനും നേരത്തെ പരിശ്രമത്തിന് ശേഷം അറിയാം ഈ രണ്ടെണ്ണത്തിന് ഇതേ ഈ കുഴിക്കുള്ളിലിട്ട് എത്രങ്ങാനും നേരം വെച്ചിട്ട് ഞാൻ ഇതിനായിട്ട് നടക്കുന്നു. എൻ്റെ അമ്മോ വല്ലാത്തൊരു ഇതായിരുന്നു. ഇനി ഏതായാലും പശുക്കളെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ നമ്മുടെ വാട്ടർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചില്ലത് ഇങ്ങനെ തന്നെയാണല്ലോ. വാട്ടർ എന്താ പോവാത്തത്? സെറ്റായി. ഇനി നമുക്ക് ഇവരങ്ങനെ ഫീഡ് ചെയ്യുക. നമ്മുടെ അതാ ഇതിപ്പോൾ എങ്ങനെ? ഏതായാലും നമ്മുടെ കൗ ക്രഷർ സക്സസ്ഫുള്ളി ഫെയിലായിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ ഫാമിംഗ് ലാൻഡ് ശരിയാക്കാൻ നോക്കാം. ഏതായാലും ഇതിപ്പോൾ നടക്കുന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട ഇതേപോലത്തെ തന്നെയാണ്. നമ്മൾ ചെയ്തതിൽ എന്തൊക്കെ തെറ്റുണ്ട് അതെന്തായാലും ഉറപ്പായി. അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ വരുമല്ലോ. ഏതായാലും നമ്മുടെ കൗ ക്രഷർ പൊളിഞ്ഞു. നമുക്ക് ഏതായാലും നമ്മുടെ ഒരു ഫാമിംഗ് ലാൻഡ് സെറ്റാക്കാം. കുറച്ച് വീറ്റ് കാര്യങ്ങൾ കയ്യിലുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്കെൽട്ടനെ ഇതാക്കണം. ഒന്നും കാട്ടില്ലാക്കാരെന്ന് കരുതണു. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കാം. സ്കെൽട്ടൻ കാട്ടൂലക്കാരൻ. ഇതാ ഈ ബാഗ് ഇപ്പം കിട്ടിയിരുന്നു.
ഇവിടെ ഇങ്ങനത്തെ ഈ കുറേ സാധനത്തിന് ശല്യമുണ്ട്, അല്ല ഇപ്പോൾ വേറെ ഒന്നും കാണണമെന്നില്ല. എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാലും ആ കോ ക്രഷർ ഫെയില് എങ്ങനെയാ കോ അവിടെ ചത്തേ ഒന്നും മനസ്സിലാവില്ല. ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കണേ. എന്തായാലും നമുക്ക് ഈ വീറ്റൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി കുത്താം. ഒരു മിനിറ്റ്, വീറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഇതൊക്കെ ഒന്ന് വെച്ച് കിട്ടി. എന്താ കിട്ടാന്ന് കരുതിക്കുന്നു. നല്ലൊരു കുത്തിട്ടി. എന്തായാലും അത് മൈൻഡ് ആക്കണ്ട. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതിന് നമുക്ക് ഫില്ലാക്കാം. അതേപോലെ തന്നെ നമ്മളെ കൗ ക്രഷർ മൂഞ്ചി പോയിട്ടുണ്ട്. നമുക്ക് ഓഫ് ക്യാമറയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമൊക്കെ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളെ ബേസൊക്കെ വരിക. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മൈനിങ്ങിന് പോകണം. കോ ക്രഷർ എന്തായാലും സെറ്റാക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഏതായാലും നമ്മൾ കോ ക്രഷർ ഫെയിലായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ന്യൂ ഇയർ അല്ലേ, എല്ലാവരും അടിച്ചു പൊളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.